ഫിലിം ടോക്സിക് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് മലയാള സിനിമകളും അതുപോലെ തന്നെ ഏത് ഭാഷയിലുള്ള സിനിമകളായാലും നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ തന്നെയാണ് അതിൽ അഭിനയിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ മലയാള സിനിമയിലെ നടന്മാരെയും നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അവയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇതെൻ്റെ തികച്ചും പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ മാത്രമാണ്, അതിൻ്റെ രീതിയിൽ തന്നെ എടുക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ട 20 നടന്മാർ, അതായത് ആക്ടർമാരെ നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 20ാം സ്ഥാനം നമ്മൾ ഇതിൽ കൊടുക്കാൻ പോകുന്നത്, എനിക്കിഷ്ടപ്പെട്ട 20ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് 2 പേരുണ്ട്. ഇത് നെസ്ലിനും അതുപോലെ തന്നെ മാത്യു തോമസുമാണ് 20ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2 നല്ല ആക്ടർമാരാണ്, നല്ല നല്ല വേഷങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. ആദ്യം തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലൂടെ വന്നു. 2 പേരും അവരുടെ നല്ല കഴിവ് അവർ നമുക്ക് കാണിച്ചു തന്നു. പിന്നീടുള്ള നെയ്മർ എന്ന സിനിമയിലായാലും 18+ എന്ന സിനിമയിലായാലും അവർ നല്ല പ്രകടനം തന്നെ കാഴ്ചവെച്ചു. അതുപോലെ തന്നെ ഈയിടക്ക് നെസ്ലിൻ്റെ വന്ന പ്രേമലു ആയാലും, അതുപോലെ തന്നെ മാത്യു തോമസിൻ്റെ കുംബ്ലങ്ങ നൈറ്റ്സ് എന്ന സിനിമ ആയാലും, അതുപോലെ തന്നെ ബ്രൊമാൻസ് എന്ന സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ടും 2 പേരും നല്ല കഴിവ് തെളിയിച്ച ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് 20ാം സ്ഥാനമാണ് നമ്മൾ ഈ വീഡിയോ. അതുപോലെ തന്നെ 19ാം സ്ഥാനത്തുള്ളത് ഇന്ദ്രജിത്ത് സുകുമാരനാണ്. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ്റെ ചേട്ടനായ ഇന്ദ്രജിത്ത് സുകുമാരനാണ്. അദ്ദേഹത്തെ പണ്ട് മുതൽക്കേ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കോളേജ് ഡേയ്സ് അങ്ങനെയുള്ള കുറേ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല ആക്ടറാണ്, നല്ലൊരു ഭാവിയുണ്ട്. അതുപോലെ തന്നെ ഇനി 18ാം സ്ഥാനം ഞാൻ ഇതിൽ നൽകാൻ പോകുന്നത് സൗബിൻ ഷാഹിർ എന്ന നടനാണ്. സൗബിൻ ഷാഹിർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് കുംബ്ലങ്ങ നൈറ്റ്സ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാരണം തന്നെയാണ് ആ സിനിമ വിജയിക്കാനും കാരണം, ആ സിനിമ അത്രയും പോസിറ്റീവിലെത്താനുള്ള കാരണം. അതുപോലെ തന്നെ സൗബിൻ ഷാഹിറിൻ്റെ പ്രകടനം കൊണ്ടും എല്ലാം കൊണ്ടും നന്നായിരുന്നു. അതുപോലെ തന്നെ ഇത് 17ാം സ്ഥാനം നൽകുന്നത് നമ്മൾ ഷൈൻ നിഗം എന്ന ആക്ടറിനാണ്. അദ്ദേഹം നിഴൽ എന്ന സിനിമ കണ്ടാൽ മതി അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി. അത്രയ്ക്കും നല്ല ആക്ടറാണ്. അതുപോലെ തന്നെ RDX, അങ്ങനെ ആക്ഷനോ കാര്യത്തിലായാലും എന്ത് റോളിലായാലും നല്ല കഴിവ് തെളിയിച്ച ആളാണ്. അതുകൊണ്ടാണ് നമുക്ക് 17ാം സ്ഥാനം കൊടുക്കുന്നത്. 16ാം സ്ഥാനം കൊടുക്കുന്നത് ജിഷ്ണു രാഘവൻ എന്ന വ്യക്തിയാണ്. നിങ്ങൾക്കറിയായിരിക്കും, അദ്ദേഹം 2013 തോന്നുന്നു, 13-16 നമ്മൾ വിട്ടുപോയി. അദ്ദേഹം പണ്ട് കാലത്ത് ചെയ്ത പറയാം എന്ന സിനിമയും നമ്മൾ എന്ന സിനിമയും അതുപോലെ തന്നെ ഫ്രീഡം എന്ന സിനിമയും നമ്മൾ ആസ്വദിച്ച് കണ്ടവരാണ്. വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്ന സിനിമകളാണ്. അത്രയ്ക്കും നല്ല ആക്ടറായാണ് ജിഷ്ണു രാഘവൻ എന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ രോഗബാധിത കാരണം അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞുപോയി. അദ്ദേഹം നല്ല ആക്ടറാണ്. ഇതിൽ 15ാം സ്ഥാനം കൊടുക്കുന്നത് കുഞ്ചാക്കോ ബോബനാണ്, ചാക്കോച്ചൻ. അതുപോലെ തന്നെ ചാക്കോച്ചൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലോടി വരുന്നത് അനിയത്തിപ്രാവ് എന്ന സിനിമയാണ്. അതിൽ നല്ല കഥാപാത്രമാവുകയും പിന്നീട് ആളുകൾക്കിടയിൽ ഒരു ചോക്ലേറ്റ് ബോയ് എന്ന പേര് വരികയും ചെയ്ത വ്യക്തിയാണ് ചാക്കോച്ചൻ. അതുകൊണ്ട് നമ്മളിതിൽ 15ാം സ്ഥാനമാണ് നൽകുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തിയും കൂടിയാണ് ചാക്കോച്ചൻ. 14ാം സ്ഥലം ജയസൂര്യ ആൻഡ് നിവിൻ പോളി. ജയസൂര്യയും നിവിൻ പോളിയും നല്ല ആക്ട്രസ്സാണ്. പണ്ട് മുതലേ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. അതിൽ 13ാം സ്ഥാനം ഉണ്ണി മുകുന്ദൻ. നമുക്കറിയാം, 2013 മല്ലു സിംഗ് എന്ന സിനിമയിലൂടെ വന്ന്, അതിനു മുമ്പ് സിനിമ ചെയ്തിരിക്കും, പക്ഷേ മല്ലു സിംഗ് എന്ന സിനിമയിലൂടെ അറിയപ്പെട്ട്, അതുപോലെ തന്നെ വിക്രമാദിത്യൻ എന്ന സിനിമയിൽ, അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് വന്ന മാർക്കോ എന്ന സിനിമ എത്തി നിൽക്കുമ്പോൾ മലയാളത്തിൽ ഏറ്റവും കണ്ട വലിയ സൂപ്പർ സ്റ്റാറുകളിലൊന്നാണ് ഉണ്ണി മുകുന്ദൻ. അതുകൊണ്ടാണ് നമുക്ക് പണ്ട് മുതലേ എനിക്കിഷ്ടമുള്ള വ്യക്തിയാണ് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി. 12ാം സ്ഥാനം നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനാണ്. പൃഥ്വിരാജ് സുകുമാരൻ സിനിമകളിൽ ചോക്ലേറ്റ്, അതുപോലെ തന്നെ റോബിൻ ഹുഡ്, ക്ലാസ്മേറ്റ്സ് എന്നീ സിനിമകളൊക്കെ നമുക്കിഷ്ടമുള്ള സിനിമകളാണ്. അതുപോലെ തന്നെ പുതിയ മുഖം, കടുവ, ഈ അടുത്ത് വന്ന കടുവ, എല്ലാ സിനിമകളും കൊണ്ടും അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. 11ാം സ്ഥാനം നൽകുന്നത് 2 പേരുണ്ട്, ജോജു ജോർജ് ആൻഡ് വിനയ് ഫോർട്ട്. ഇവർ 2 പേർക്കുമാണ് നമ്മൾ 11ാം സ്ഥാനം നൽകുന്നത്. ഇനി നമ്മൾ 10ാം സ്ഥാനം ഇതിൽ നൽകുന്നത്, ഇതിലും 2 പേരുണ്ട്, ആസിഫ് അലിയും അതുപോലെ തന്നെ ആൻ്റണി പെപ്പയും. ആസിഫ് അലി പണ്ട് മുതലേ നമുക്ക് ഓർഡിനറി, അതുപോലെ തന്നെ സാൾട്ട് ആൻഡ് പേപ്പർ, ഇങ്ങനെയുള്ള ഹണി ബി, ഈ അടുത്ത് നിൽക്കുന്ന
കിഷ്കിന്ധകാണ്ഡം അതുപോലെ തന്നെ രേഖാചിത്രം എന്ന സിനിമകളിലൂടെയൊക്കെ നല്ലൊരു ആക്ടറാണെന്ന് നമുക്ക് തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻ്റണി പെപ്പെ പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന സിനിമ, അതുപോലെ തന്നെ RDX എന്നീ സിനിമകളിലൂടെ നല്ലൊരു ആക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയ ആളാണെന്ന് നമുക്ക് കണ്ടപ്പോഴേ തോന്നി. ഇടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഇടിയാണ്. ആൻ്റണി പെപ്പയാണ്. ഫൈറ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല ഇദ്ദേഹം. അതുകൊണ്ട് നമ്മളിതിൽ നമുക്കിഷ്ടപ്പെട്ട ടോപ്പ് 10-ലാണ് ആസിഫ് അലിയും അതുപോലെ തന്നെ ആൻ്റണി പെപ്പയും. അതുപോലെ തന്നെ ഇനി 9ാം സ്ഥാനം നമ്മൾ ബിജു മേനോനാണ് നൽകുന്നത്. നമുക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ് ബിജു മേനോൻ എന്ന് പറയുന്നത്. ആനക്കള്ളൻ, അതുപോലെ തന്നെ ഇങ്ങനെ കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. അദ്ദേഹം വെള്ളിമൂങ്ങ, അങ്ങനെ കുറേ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓർഡിനറി, അതിലൊക്കെ നല്ല പ്രകടനം. റോമിയോസ്, അങ്ങനെ സിനിമകളിലൊക്കെ നല്ല വേഷം ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ടാണ് നമ്മൾ 9ാം സ്ഥാനം നൽകുന്നത്. 8ാം സ്ഥാനം എന്ന് പറയുന്നത് മണിക്കുട്ടനാണ്. ബിഗ് ബോസ് സീസൺ 3-ലെ കണ്ടസ്റ്റൻ്റാണ്, വിന്നറാണ് മണിക്കുട്ടൻ. പഴയകാല ബോയ് ഫ്രണ്ട്, അതുപോലെ തന്നെ വലിയങ്ങാടി എന്നീ സിനിമകളിലൊക്കെ കൂടെ കണ്ട് ഞാൻ ഭയങ്കര ഫാനായതാണ്. വളരെ നല്ല വ്യക്തിയാണ് അദ്ദേഹം, നല്ലൊരു കഴിവുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ മലയാള സിനിമയിൽ സജീവമല്ല എന്നേ ഉള്ളൂ. ഈ അടുത്ത് വരുന്ന എമ്പുരാൻ, ലൂസിഫറിൻ്റെ 2ാം ഭാഗമായ എമ്പുരാനിൽ എന്ന സിനിമയിൽ അദ്ദേഹം ഒരു പ്രധാന വേഷമെത്തുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. അതുപോലെ തന്നെ ഇതിൽ 8ാം സ്ഥാനം നൽകുന്നത് മണിക്കുട്ടനെ കൊണ്ട് തന്നെയാണ്. 7ാം സ്ഥാനം മറ്റാരുമല്ല, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ മകനായ ദുൽഖർ സൽമാനാണ് 7ാം സ്ഥാനം നൽകുന്നത്. DQ എന്ന് പറയുമ്പോൾ സലാല മൊബൈൽസ് ആൻഡ് പിന്നെ അതുപോലെ തന്നെ ഉസ്താദ് ഹോട്ടൽ എന്നീ സിനിമകളുടെ വിക്രമാദിത്യൻ, അതുപോലെ തന്നെ ഈ അടുത്ത് വന്ന ലക്കി ഭാസ്കർ എന്ന സിനിമയിലൂടെയൊക്കെ ആദ്യമായി 100 കോടി കണ്ടുവെങ്കിലും നല്ലൊരു ആക്ടറാണ്, നല്ല ഭാവിയുണ്ട് മലയാള സിനിമയിൽ. വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചു വരികയാണ്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് നഹാസ് ഹിദായത്ത് എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം മലയാളത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് നമ്മൾ ഈ 7ാം സ്ഥാനം നമ്മൾ ദുൽഖർ സൽമാൻ നൽകുന്നത്. ടോപ്പ് 6-ൽ ഇടപെടുന്ന വ്യക്തിയാണ് ടൊവിനോ തോമസ്. അദ്ദേഹം ഞാൻ ആദ്യം തന്നെ കണ്ടപ്പോൾ വിചാരിച്ചാണ് സ്റ്റൈൽ എന്ന സിനിമയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ആദ്യം അഭിനയിച്ച നമ്മുടെ ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന സിനിമയാണ്. ആ സിനിമ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇദ്ദേഹത്തിന് മലയാള സിനിമയിൽ ഒരു നായകൻ്റെ സ്ഥാനമുണ്ട്, വില്ലൻ്റെ സ്ഥാനമല്ല, നായകനാക്കാൻ പറ്റിയ ആളാണെന്നും. അതിനുശേഷം വന്ന അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയാണെങ്കിലും എൻ്റെ ഉമ്മാൻ്റെ പേര്, അങ്ങനെയുള്ള സിനിമകൾ, ഈ അടുത്ത് വന്ന അജയൻ്റെ 2ാം മോഷണം എന്ന സിനിമ എത്തി നിൽക്കുമ്പോഴും അദ്ദേഹം വലിയ ആക്ടറാണ്, നിരവധി അവാർഡുകൾ സ്വീകരിച്ച വ്യക്തിയാണ്. മലയാള സിനിമയിൽ ഇദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്ന ഓളം ഇനി വരുന്ന കാലത്തിൽ ഇദ്ദേഹമായിരിക്കും ഈ മലയാള സിനിമയിൽ മെഗാ സ്റ്റാറും സൂപ്പർ സ്റ്റാറും എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി ടൊവിനോ തോമസ് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് 6ാം സ്ഥാനം നൽകുന്നത്. ഇനി 5ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ മറ്റാരുമല്ല, നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേട്ടനാണ്. ദിലീപേട്ടൻ ഇപ്പോൾ മലയാള സിനിമയിൽ കുറച്ച് പിന്നോട്ടാണെങ്കിലും ഇനിയും നല്ല സിനിമകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബബ്ബ എന്ന സിനിമകളൊക്കെ വരുന്നുണ്ട്. എങ്കിലും പഴയകാല ദിലീപേട്ടനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ ഈ 5ാം സ്ഥാനം നൽകിയിരിക്കുന്നത്. CID മ്യൂസിയം, അതുപോലെ തന്നെ പഞ്ചാബി ഹൗസ്, ഇങ്ങനെയുള്ള പാണ്ടിപ്പട സിനിമകളും കല്യാണരാമനും അതുപോലെ തന്നെ റൺവേ എന്ന സിനിമകളിലൂടെയൊക്കെ കണ്ട ദിലീപേട്ടനെ നമുക്ക് ഇനിയും തിരിച്ചു വേണമെന്നാണ് ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 5ാം സ്ഥാനം ദിലീപേട്ടനാണ് നൽകുന്നത്. 4ാം സ്ഥാനം നൽകുന്നത് മറ്റാർക്കുമല്ല, ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിൽ എന്ന വ്യക്തിയെ പറയുമ്പോൾ മലയാള സിനിമയുടെ അഭിമാനമാണ് ഫഹദ് ഫാസിൽ. അദ്ദേഹത്തിൻ്റെ ഞാൻ പ്രകാശൻ എന്ന സിനിമ, എനിക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട സിനിമ ഞാൻ പ്രകാശൻ എന്നാണ് സിനിമയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് നിൽക്കുന്ന ആവേശം എന്ന സിനിമയായാലും അദ്ദേഹത്തിൻ്റെ വളരെ നല്ല സിനിമയാണ്. കുമ്പളങ്ങ നൈറ്റ്സിലെ വില്ലനിസമാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ക്യാരക്ടറുകളിൽ നല്ല ഒരു ക്യാരക്ടർ, വില്ലനിസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഷമ്മിയെപ്പോലെയുള്ള വില്ലന്മാരാണ് ഈ മലയാള സിനിമയിൽ വേണ്ടത്. അതുകൊണ്ടാണ് ഫഹദ് ഫാസിൽ 4ാമത്തെ സ്ഥാനം എത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ടോപ്പ് 3 ആണ്. ഇതിൽ വളരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളായിരിക്കാം, പക്ഷേ ഇഷ്ടപ്പെടാത്ത ആളായിരിക്കാം. പക്ഷേ എൻ്റെ ടോപ്പ് 3 എന്ന് പറയുന്നത് ഇവരാണ്. എന്നും ഇവർ തന്നെയായിരിക്കും എൻ്റെ ടോപ്പ് 3. 3ാം സ്ഥാനം നമ്മൾ നൽകുന്നത് മറ്റാർക്കുമല്ല, ജയറാമേട്ടനാണ്. ജയറാമേട്ടൻ ഇപ്പോൾ മലയാള സിനിമയിലില്ലെങ്കിലും ചെറിയ തമിഴ്, തെലുഗു, ഹിന്ദി സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളിൽ എത്തുന്നുണ്ട്. പക്ഷേ എങ്കിലും മലയാള സിനിമയിലേക്ക് അദ്ദേഹം വീണ്ടും തിരിച്ചെത്തുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പഴയകാല സിനിമകളെന്ന് പറയുന്നത് വൺ മാൻ ഷോ, അതുപോലെ തന്നെ ദില്ലി വാല രാജകുമാരൻ എന്നീ സിനിമകളൊക്കെ, കനകസിംഹാസനം എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ ഉണ്ട്. അദ്ദേഹം നല്ല സിനിമകളായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഇപ്പോൾ അദ്ദേഹം എന്ത് പറ്റിയെന്ന് അറിയുന്നില്ല. പക്ഷേ അബ്രഹാം ഓസ്ലർ എന്ന സിനിമയിലൂടെ അദ്ദേഹം വന്നെങ്കിലും പിന്നീട് ഒരു സിനിമയും ചെയ്തിട്ടില്ല മലയാളത്തിൽ.
ഇനി അദ്ദേഹം മലയാള സിനിമയിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ വരട്ടെ. അതുകൊണ്ട് പഴയകാല സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജയറാമേട്ടന് 3-ാം സ്ഥാനം തന്നെയാണ് നമ്മൾ നൽകുന്നത്. എനിക്കിഷ്ടപ്പെട്ട ടോപ്പ് 3-യിൽ ജയറാമേട്ടന്. ഇനി 1ഉം 2ഉം എന്ന സ്ഥാനത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേക്കും. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടതും എൻ്റെ നിലപാടിലും മൈ ഒപ്പീനിയനുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും 2 വ്യക്തികളാണ് എന്ന് പറയാൻ പോകുന്നത്. അതിൽ 2ാം സ്ഥാനം മറ്റാരുമല്ല, നമ്മുടെ മലയാളത്തിൻ്റെ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലാണ്. ലാലേട്ടനാണ് 2ാം സ്ഥാനം നമ്മൾ ഈ വീഡിയോയിലൂടെ നൽകുന്നത്. മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമകൾ നടനെന്ന ഏറ്റവും നല്ല നടനാണ്. ഏറ്റവും കൂടുതലും അവാർഡ്സുകളൊക്കെ കിട്ടിയിട്ടുള്ള, അതുപോലെ തന്നെ ഏറ്റവും നല്ല ഭംഗിയിൽ അഭിനയിക്കുന്ന വ്യക്തിയാണ് ലാലേട്ടൻ. മലയാള സിനിമയിൽ തന്നെ ഇങ്ങനെയൊരു നടനുണ്ടോ എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ സിനിമകൾ അധികമൊന്നും കണ്ടിട്ടില്ലെങ്കിലും കണ്ട സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കിലുക്കം, ചിത്രം, അതുപോലെ തന്നെ പിങ്കാമി, ഗുരു, ഇങ്ങനെ തന്മാത്രത്തെ പ്രകാരം കണ്ടാൽ തന്നെ മതി ലാലേട്ടൻ എന്ന വ്യക്തിയെ നമുക്കറിയാൻ, അദ്ദേഹത്തിൻ്റെ അഭിനയം എന്ത് തന്നെയാണെന്നറിയാൻ വേണ്ടിയും. അതുപോലെ തന്നെ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് ലാലേട്ടൻ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ 2ാം സ്ഥാനം നൽകാൻ പറ്റുന്നത്. നമ്മൾ 1ാം സ്ഥാനം നൽകാൻ പോകുന്നത് മറ്റാരുമല്ല, മലയാളത്തിൻ്റെ സ്വന്തം സ്വകാര്യം അഹങ്കാര്യമായ മെഗാസ്റ്റാർ മമ്മൂക്കയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ കണ്ടതും മമ്മൂക്കയുടെ സിനിമകളാണ്. മറ്റുള്ള നടന്മാരെക്കാട്ടിലും ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട സിനിമ അത് മമ്മൂക്കയുടേതാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പ് 20 നടന്മാരിൽ ഏറ്റവും ആദ്യം ഞാൻ മമ്മൂക്കയെ തന്നെ പേർ പറയുന്നത്. മമ്മൂക്കയുടെ സിനിമകൾ പറയുകയാണെങ്കിൽ രാജമാണിക്യം, അതുപോലെ തന്നെ ദ്രോണ എന്നീ സിനിമകളും കുറേ സിനിമകളുണ്ട്. ഈ പട്ടണത്തിലെ ഭൂതം, അതുപോലെ തന്നെ അണ്ണൻ തമ്പി, തുറുപ്പുകുലാൻ, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വിജയിച്ചിട്ടുണ്ടോ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നല്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സിനിമകളൊക്കെ എനിക്കിഷ്ടമാണ് മമ്മൂക്കയുടെ. അതുപോലെ തന്നെ പഴയകാല സിനിമകളിൽ ഒത്തിരി ഇഷ്ടമുള്ള സിനിമകളുണ്ട്. ഒരു വടക്കൻ വീരഗാഥ, വലിയേട്ടൻ എന്നീ സിനിമകളൊക്കെ നല്ല സിനിമകളാണ്. അതുപോലെ തന്നെ ദി കിങ്, ദ ട്രൂത്ത് എന്ന സിനിമകളൊക്കെ വലിയ വിജയം നേടിയിട്ടുണ്ടെന്നറിയില്ല. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന നിലയ്ക്കും നടൻ്റെ വ്യക്തിയിലും അത് മമ്മൂക്ക തന്നെയാണ്, മലയാളത്തിൻ്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്ക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി, നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം എന്നൊക്കെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തൂ. ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളും എൻ്റെ ഒപ്പീനിയനും മാത്രമാണ്. അതിൻ്റെ രീതിയിൽ തന്നെ എടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. പിന്നെ അതുകൂടാതെ നമ്മൾ ഇപ്പോൾ മലയാളം നടന്മാരോട് ചെയ്തു. ഇനി വരുന്ന വീഡിയോകളിലൂടെ നമ്മൾ മറ്റു ഭാഷകളുള്ള നടന്മാരും അതുപോലെ തന്നെ നടിമാരും എല്ലാം തന്നെ നമുക്ക് വീഡിയോയിലൂടെ ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.